വെള്ളക്കടല ഇവിടെ 8 മണിക്കൂർ കുതിർത്ത് 3 പ്രാവശ്യം കഴുകി വെച്ചേക്കുവാണ്. അത് നമുക്ക് അതൊരു കുക്കറിലേക്കിട്ട് വേവിച്ചെടുക്കാം. അതിൻ്റെ നികക്കെ വെള്ളം വെക്കത്തുള്ളൂ. ഞാനുണ്ടാക്കുന്ന രീതിയാണ്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പുമിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് ഭട്ടൂര ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനം ഞാൻ 1/4 കിലോ മൈദ എടുത്തിട്ടുണ്ട്, 3 ടീസ്പൂൺ റവ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, രണ്ടും ഇതിനകത്തുണ്ട്. ഇതിനകത്തിടാം. റവയും ഇടുന്നു. 3 ടീസ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ പഞ്ചസാര. നമുക്കിത് ചെറിയ ചൂടുവെള്ളം, ഒത്തിരി ചൂടാകാതെ ചെറിയ നമ്മുടെ കൈവിട്ട ചൂടാന്ന് മനസ്സിലാകും അത്ര മാത്രമുള്ള ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. എണ്ണ ഒഴിക്കണം. ആവശ്യത്തിന് 2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ കുഴച്ചെടുക്കാം. 2 മണിക്കൂർ ഇത് കുഴച്ച് നമ്മൾ കുറഞ്ഞത് വെക്കണം. എന്നാലേ ഇത് പൊങ്ങി വരത്തുള്ളൂ. നല്ല ഭട്ടൂരയായിട്ട് നമുക്കുണ്ടാകുന്ന സോഫ്റ്റ് ഭട്ടൂര ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ. ഇതൊരു പഞ്ചാബി ഡിഷാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ സ്റ്റൈലിൽ, ഇപ്പം നമുക്ക് അത്ര ഒത്തില്ലെങ്കിലും നമ്മുടെ രീതിയിൽ നമുക്ക് ചെറിയ നല്ലപോലെ ഇത് കുഴച്ചെടുക്കാം. ഒത്തിരി കട്ടിയാകല്ലേ. ഭട്ടൂരയുടെ ഡോ റെഡിയായി, നല്ല മയമായി. നമ്മളിതിൻ്റെ പുറത്തേക്ക് അല്പം എണ്ണ തൂത്ത് നമ്മളൊരു 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം ഉണ്ടാക്കാം. നമ്മൾ കുക്കറിൽ കടല വെച്ചിട്ടുണ്ട്. അതൊരു 6 ഫിസിൽ കേൾക്കണം. ആദ്യത്തെ ഫിസിൽ ഫുള്ളിലിടണം, പിന്നെ സിമ്മയിലിട്ടുകൊണ്ട് 5 ഫിസിൽ കേൾക്കണം. എന്നാലേ വെള്ളക്കടലയ്ക്ക് നല്ല വേവുള്ളതാണ്, വേഗത്തുള്ളൂ. നമ്മളിത് 2 മണിക്കൂറിന് ശേഷം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ കടല വെന്ത് റെഡിയായി. നമുക്കിതിനുള്ള മസാല ഉണ്ടാക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു കഷ്ണം കറുവപ്പട്ട, 3 ഏലക്ക, 2-3-4 ഗ്രാമ്പൂ, നമ്മുടെ വഴുനയില അല്പം, ഒരു നല്ല കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ്. അത് 8-10 വെളുത്തുള്ളി അല്ലി, 3 മീഡിയം സൈസ് സവോള അരിഞ്ഞത്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുത്താൽ ഉള്ളി എളുപ്പം വഴന്ന് കിട്ടും. അല്പം ഇട്ടാൽ മതി. നമ്മൾ ഓൾറെഡി കടലയ്ക്കകത്ത് ഉപ്പിട്ട് വേവിച്ചതാണ്. ഒത്തിരി വഴലേണ്ട ആവശ്യമില്ല. നമ്മൾ അരച്ചിട്ട് പിന്നെ ഇത് എണ്ണ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇന്ന് ഇതിൻ്റെ പച്ചമണം മാറാൻ അതുകൊണ്ട് ടൊമാറ്റോ ആഡ് ചെയ്യുന്നുണ്ട്.
ഇതിനകത്തേക്ക് 2 വലിയ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കൂടെ പലരും പല രീതിയിലുണ്ടാക്കും. ഇതെൻ്റെ രീതിയിലാണ് ഞാൻ ചോള ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. നമുക്കൊരു 3 മിനിറ്റ് അടച്ച് വെച്ച് ടൊമാറ്റോ ഒന്ന് മെൽറ്റ് ആകുന്നിടം വരെ വെക്കാം. നമ്മുടെ ടൊമാറ്റോ ഏകദേശം മെൽറ്റായി വരുന്നു. നമ്മളിതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില, ഞാൻ ഇനി ഫ്ലെയിം ഓഫാക്കുവാണ്. എന്നിട്ട് ഞാൻ തണുത്തിട്ട് അരച്ചുകൊണ്ട് വരും. നല്ലപോലെ അരച്ചെടുക്കും ഞാനത്. ഫ്ലെയിം ഓഫാക്കി ഞാനിവിടെ അരച്ചുകൊണ്ട് റെഡിയാക്കി വന്നിട്ടുണ്ട്. അതിനുശേഷം ആ പാൻ തന്നെ ഞാൻ ചൂടാക്കാൻ വെച്ചു. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, നമ്മുടെ ഇഷ്ടാനുസരണം മുളക്, ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുവാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ചോള മസാല, ഒരു നിറത്തിനായി 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന മസാല നമുക്കിടാം. വെള്ളം ചേർക്കാതെ അരച്ചതാണ്. നമുക്കിനി ഒന്ന് ഇളക്കാം. ഇതിൻ്റെ എണ്ണ മേളി വരുന്നിടം വരെ നമ്മളൊന്ന് അടുപ്പിലിട്ട് മസാല മൂപ്പിച്ചെടുക്കണം. നമ്മുടെ മസാല ഏകദേശം മൂത്ത് വരുന്നു. നമുക്കതിലേക്ക് നമ്മൾ ഈ മിക്സിക്കകത്ത് ഇതിന് അരപ്പെല്ലാം ഉണ്ട്. അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച്, തിളപ്പിച്ച വെള്ളമാണിത്, ഇത് തന്നെ ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം.
നമ്മുടെ മസാല ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു. നമുക്കതിനകത്തേക്ക് നമ്മുടെ വെന്ത് വെച്ചിരിക്കുന്ന കടല ഇടാം. എരിവും ഉപ്പുമൊക്കെ അവരവരുടെ ഇഷ്ടാനുസരണം ഇടണം. നമുക്കിതിനകത്ത് അല്പം കൂടി വെള്ളം ചേർക്കണം. ചൂടുവെള്ളമേ ചേർക്കാവൂ. തിളപ്പിച്ച് ആറിയ വെള്ളമായാലും കുഴപ്പമില്ല. പച്ചവെള്ളം ഒഴിക്കരുത്. ചെറിയ ചൂടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഞാനിവിടെ ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം, ചൂടുവെള്ളം. അതാണ് ഒഴിക്കുന്നത്. നമ്മുടെ ഇഷ്ടാനുസരണം ഗ്രേവിക്കനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഒരല്പം ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഇത് എളുപ്പം കുറുകുന്നതാണ്, അതുകൊണ്ട് ഇച്ചിരി കൂടെ നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാം. നമുക്കിനിയും ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ച്, ഇത് ഓൾറെഡി എല്ലാം വെന്ത് കിടക്കുന്നതിലും കടലയിലോട്ട് ഈ മസാല പിടിക്കാൻ വേണ്ടി ഒരു 4 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. നമ്മുടെ ചന മസാല റെഡിയായി. ചോലക്കറി റെഡിയായി. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം ഗ്രേവി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഇതിനും തിക്കാകും, അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കുവാണ്. എല്ലാം കറക്റ്റായിട്ട് മസാലയും ഉപ്പെല്ലാം കറക്റ്റാണ്. ഞാൻ ഗ്യാസ് ഓഫാക്കുവാണ്. നിങ്ങളുടെ ഈ മല്ലിയില ഉണ്ടെങ്കിൽ ഗാർണിഷ് ചെയ്യാം. അങ്ങനെ ഗ്യാസ് ഓഫാക്കുന്നു. ഇനി നമുക്ക് ഭട്ടൂര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഭട്ടൂരയ്ക്കുള്ള മാവ് 2 മണിക്കൂറായി കുഴച്ച് വെച്ചിട്ട് നല്ല സോഫ്റ്റായി. നമ്മുടെ കൈ ഇങ്ങനെ നമുക്കൊന്നും കുഴിഞ്ഞു പോകുന്നത്. നമുക്കിത് ഒന്ന് ശരിക്ക് ബലം പിടിച്ച് ഒന്നുകൂടെ കുഴയ്ക്കണം. കുഴച്ചിട്ട് നമുക്ക് 2-3 മിനിറ്റ് കുഴച്ചിട്ട് നമുക്ക് ഇത് ഭട്ടൂര ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കിത് ഓരോ ചെറിയ ഉരുളകളായിട്ട് എടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ. ഭട്ടൂരയ്ക്കൊരുവിധം വലിപ്പം വേണം പൂരിയെക്കാട്ടിൽ. ഞാൻ ഇച്ചിരി മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് മുക്കി കുഴയ്ക്കാൻ വേണ്ടി, പരത്താൻ വേണ്ടി. നമുക്ക് ഓരോന്നും ഞാൻ റോളാക്കി പരത്തിയെടുക്കുക. ഇത് നല്ല സോഫ്റ്റാണ് ഭട്ടൂര. മൈദ തന്നെ വേണം, ഗോതമ്പ് പൊടി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓരോ ഭട്ടൂര വെച്ച് പരത്തിയെടുക്കാം. നമ്മളൊരു കട അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കിടക്കുവാണ്. നമുക്ക് ഇതിനകത്തേക്ക് ഭട്ടൂര ഇടാം. നമുക്ക് എണ്ണ ചൂടായെന്ന് നോക്കാം. എണ്ണ ചൂടായിരിക്കുകയാണ്. നമുക്ക് ഭട്ടൂര ഇടാം. ഇത് നമ്മളൊന്ന് അമർത്തി കൊടുക്കണം. അതും ഭട്ടൂര പൊങ്ങി വരും.
ഇങ്ങനെ കുമിളിച്ച് വരും ഭട്ടൂര. നല്ല സോഫ്റ്റാണ്, അകമെല്ലാം നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഈ എണ്ണ ഗ്യാസ് മീഡിയത്തിലിടാം. നല്ല ചൂടായി കിടക്കുമായിരുന്നു. അതിന് നല്ല ചൂട് വേണം ഭട്ടൂര ഇടുമ്പോൾ. ഓൾറെഡി എൻ്റെ ഭട്ടൂര റെഡിയായി. ഇതോ നല്ല ബോള് പോലെ ഇങ്ങനെ പൊങ്ങി വരും. നമുക്കിങ്ങനെ ഓരോ ഭട്ടൂരയും ഉണ്ടാക്കിയെടുക്കാം. ഭട്ടൂര എണ്ണയിലിടുമ്പോൾ നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇടണം. അതിന് ശേഷം ഒന്ന് മീഡിയത്തിലോട്ട് പോയാൽ മതി. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഭട്ടൂര നല്ലപോലെ പൊങ്ങി വരും. ഉള്ളു നല്ല സോഫ്റ്റാണ്. റവയോടെ ഇടുമ്പോൾ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറം കിട്ടും. നല്ല മുരിഞ്ഞ് നമുക്ക് റവയില്ലാതെ ഉണ്ടാക്കാം. റവ ഇടുന്നത് ഇച്ചിരി കൂടെ നല്ല ഒരു ക്രിസ്മസ് കിട്ടും. പന്ത് പോലെ വരുന്നുണ്ട്. കുഴച്ച് കഴിയുന്നത് 2 മണിക്കൂറെങ്കിലും മിനിമം വെച്ചിരിക്കണം. പെട്ടെന്ന് ഉണ്ടാക്കിയാൽ ഇത്രയും പൊങ്ങി വരത്തില്ല. ഭട്ടൂരയും ചോല മസാലയും റെഡിയായി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണമെങ്കിൽ നല്ല പുറമെ നല്ല ക്രിസ്പിയും അത് നല്ല സോഫ്റ്റായിട്ടുള്ള ഭട്ടൂര. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ചോലക്കറി, വെള്ളക്കടലക്കറി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എന്നാൽ ഞാൻ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.